മുറ്റത്തിറങ്ങിയത്. ഇന്നിങ്ങനെ ആകാശത്ത് എന്തോ ഗ്രഹങ്ങൾ ഇങ്ങനെ മൊത്തത്തിൽ കാണുന്നു, ന്യൂസ് കണ്ട്. അതെ, ന്യൂസ് കണ്ടു. അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങിയിട്ട് ഇങ്ങനെ നോക്കി നിൽക്കലാ. നമുക്കിപ്പോ കാണുന്നുണ്ട്, പക്ഷെ വീഡിയോയില് കാണുന്നില്ല. കറക്റ്റ് ഒരു റൗണ്ടില് എല്ലാം കൊറേ സ്റ്റാർസ്, എല്ലാ ഗ്രഹങ്ങളൊക്കെ ഇല്ല പോലെ നമുക്ക് തോന്നുന്നുണ്ട്. ഇപ്പൊ ഗ്രഹാണോ അല്ലേ ഞങ്ങൾക്ക് അറിയില്ല, അതൊന്നും നമുക്കറിയില്ല. പക്ഷെ പിന്നെ അമ്മ പറയുന്നത് എന്താ വെച്ചാല് നമ്മളെ വീട്ടിന്റെ മുകളിൽ മാത്രാണ് ഗ്രഹം താന്ന്. അമ്മമ്മേന്റെ തൊട്ടപ്പുറത്ത് വീടുണ്ട്, ആ വീടിന്റെ മുകളിലില്ല, നമ്മളെ വീടിന്റെ മുകളിൽ മാത്രാണ് അമ്മ പറയുന്നത്. പക്ഷെ ന്യൂസ് കണ്ടതായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലേ? ഞാൻ പറഞ്ഞ തമാശ കാര്യം അമ്മ പറഞ്ഞത് ശരിയാണ്. ഇതെല്ലാം കണ്ടാ നല്ല വൃത്തിയാണ്. എന്താ കണ്ടീഷണർ കൊണ്ടൊക്കെ ഓരോന്നിനും നല്ല വെളിച്ചം കാണുന്നുണ്ട്. അതാ അത് കണ്ടാ, അതായത് ഇത് മറ്റെല്ലാം ചെറുങ്ങനെ കാണുന്നില്ല അല്ലേ? നമുക്ക് അതിനെല്ലാം ഓരോ ഗ്രഹങ്ങളായിട്ട് തന്നെ കൂട്ടാം. 3, 4, 5 എല്ലാറ്റിനും ഒരേ വെളിച്ചല്ല മോളെ. മാറ്റമുണ്ട്, അതാ പറഞ്ഞേ. അങ്ങനെ ഒരു ഗോൾഡൻ പോലെയും അങ്ങനെ എന്തെല്ലോ നല്ല വെളിച്ചമുണ്ട് അല്ലേ? 2 സയന്റിസ്റ്റുകളുടെ കണ്ടെത്തലുകളാണ് ഗൈസ് നിങ്ങളീ കാണുന്നത്. അമ്മ പോന്ന അമ്മ നക്ഷത്രത്തിന്റെ പിറകെ പോകുന്നു ഗൈസ്. വേറെ എവിടെയെങ്കിലും ഉണ്ടോന്നാ? അമ്മ അമ്മ സ്ഥലം മാറുന്നതിനനുസരിച്ച് അത് നമ്മളൊന്നിച്ച് വരും. അങ്ങനെയുണ്ടോ? നമുക്കതറിയില്ല. നമ്മ മാത്ത് പോയപ്പോ മാത്തിലേക്ക് വരും. ഞാനവിടെ പോകുന്നില്ല, എന്റെ വീട്ടിൽ തന്നെ. അല്ല മഞ്ജു പറഞ്ഞ് ശരിയല്ല. ഇതിപ്പോ നോക്കിയാട്ടെ, വേറെ ഏടി അങ്ങനെ ഒന്നും കാണുന്നില്ലല്ലോ. ഒന്ന് സമ്മതിച്ച് കാണേ. അങ്ങനല്ലേ സംഭവം? ഇതാ വട്ടത്തില് ഓരോന്നോരോന്ന് നമുക്ക് കാണുന്നുണ്ട്. വെച്ച പോലെ ഇല്ലേ? ഇത് കണ്ടെത്തിയ ഗവേഷകതാ, വിഭിന്ന ഗവേഷകയാണ്, വിഭിന്ന ഗവേഷക. നമ്മ പോകുന്നതനുസരിച്ച് വരുന്നുണ്ടല്ലേ? പിന്നല്ല, കണ്ണൂര് പോയാ കണ്ണൂരേക്കും പറ്റി പോയാലോ. ഇത്രയും സമയത്ത് അമ്മേന്റെ മാത്രം നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ആയിരുന്നു. ഇപ്പൊ അല്ലാന്നാണ് അമ്മ പറയുന്നത്. കൈസ് ഇതിലെന്തോ പൊടി പാറുന്ന പോലെ തോന്നുന്നു. ശരി, കഴിഞ്ഞാ? അത് മഞ്ഞായിരിക്കും. കളി പെറ്റൊരമ്മേ നിന്റെ മക്കളിൽ ഞാൻ പറയൂല. പാട്ടല്ലേ, അല്ലാതെ